നാരായണ നമോ നാരായണായ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ഓം വിഷ്ണവേ നമ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമ സീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേതായ ശ്രീരാമചന്ദ്രായ നമോ നമ. മുന്നിലും പിന്നിലും രാമ നമിപ്പൂ ഭക്തനായി ഞാൻ. കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ശ്രീ ഹനുമാൻ സ്വാമിക്ക് ജയ്. രാമായണം വാൽമീകിയാൽ രചിക്കപ്പെട്ടത്. കഥ മാത്രം പറഞ്ഞു വരണു. 21 ഭാഗം ഇപ്പോൾ പറയൽ കഴിഞ്ഞു. ഇനി 22ാമത്തെ ഭാഗമായിട്ട് ബാലകാണ്ഡത്തിൽ 65ാമത്തെ സർഗമാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. വിശ്വാമിത്രൻ്റെ ചരിതം, അതേപോലെ മഹാത്മാക്കളായിട്ടുള്ള സൂര്യവംശ രാജാക്കന്മാരുടെ ചരിത്രം, ഇതൊക്കെ പറയുന്നതായിട്ടുള്ള രംഗമാണ് നമ്മൾ കേട്ടത്. വസിഷ്ഠനോട് മത്സരിച്ചിട്ടാണെങ്കിലും വിശ്വാമിത്രൻ രാജാവായിരുന്നിട്ടും രാജർഷിയായിട്ട് മാറി തപസ്സിൻ്റെ ബലം കൊണ്ട് വീണ്ടും ചില ന്യൂനതകളൊക്കെ പറ്റിയെങ്കിലും വീണ്ടും തപസ് ചെയ്ത് വീണ്ടും തപസ് ചെയ്ത് അന്യോപകാരം കൂടുതൽ ചെയ്ത് ഋശങ്കുവിനെ സ്വർഗത്തിലേറ്റ, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ഹരിശ്ചന്ദ്രനെ സഹായിക്കുക, അതേപോലെ തപസ് ചെയ്ത് രാജർഷി പദം കിട്ടിക്കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിനോട് ഇത് കിട്ടിയിട്ട് എന്താ കാര്യം എന്ന ആ ഒരു തൻ്റെ മനഃശുദ്ധി പോരാ, കുറച്ചും കൂടി തപശക്തി വേണം, ബ്രഹ്മർഷി പദത്തിലെത്തണം എന്ന ആഗ്രഹത്തെ പറയൽ. അതേപോലെ മഹാദേവൻ്റെ അനുഗ്രഹവും നേടി വീണ്ടും തപസ് ചെയ്തുകൊണ്ട് എല്ലാ ദേവീദേവന്മാർക്കും ഒരേപോലെ ഈ വിശ്വാമിത്രൻ്റെ തപസ്സിൽ ജീവജാലങ്ങൾക്ക്, ഋഷികൾക്ക്, അങ്ങനെ വേണ്ട എല്ലാവർക്കും ഒരേപോലെ ഒരു അനുഭൂതി വരുത്തി. തപസ് ആവുമ്പോൾ ചൂടായിട്ടാണ് വന്നതെങ്കിലും അത് മുഴുവൻ അങ്ങനെയല്ല, ആ ചൂടിനും ഒരു തണുപ്പുണ്ട്. അപ്പം അത് എല്ലാവരാലും നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ഈ രാജർഷിയായിട്ടുള്ള വിശ്വാമിത്രനെ ബ്രഹ്മർഷി പദത്തിൽ എത്തിച്ചു. അതൊരു അംഗീകാരമായിട്ട് എല്ലാവരും ഒരേപോലെ കണക്കാക്കി. വസിഷ്ഠ മഹർഷിയുടെ 100 മക്കളെ മ്ലേച്ഛരായിട്ട് പോട്ടെ, അതേപോലെ തന്നെ ഈ വിശ്വാമിത്രൻ്റെ 50 മക്കളെ മ്ലേച്ഛരായിട്ട് പോട്ടെ എന്ന് ശപിച്ചതായിട്ടുള്ള അതേ വിശ്വാമിത്ര മഹർഷി തന്നെയാണ് വസിഷ്ഠൻ്റെയും മറ്റെല്ലാ ദേവന്മാരുടെയും അനുഗ്രഹപാത്രമായത്, അതല്ലെങ്കിൽ സ്നേഹപാത്രമായത്. അപ്പോൾ തപസ് നിഷ്കളങ്കമായിട്ടുള്ള തപസ് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല എന്നതും, കിട്ടിയ സമ്പാദ്യം മുഴുവൻ മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് കൊടുക്കുക ഒരു പ്രയാസമില്ലാത്ത ഒരു ഭാവം. വിശ്വാമിത്രൻ്റെ ചരിതം തന്നെ കുറച്ചധികം പ്രാധാന്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനും ഇതേപോലെ തന്നെ, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ജന്മത്തിന് കാരണമായിട്ടുള്ള ഋചീക മുനിയുടെ ആ തപശക്തിയും ബ്രാഹ്മണ്യവും അതൊക്കെ ഇതിലേക്ക് കാരണമായിട്ടുണ്ട്. ദേവീദേവന്മാരുടെ അനുഗ്രഹമുണ്ട്, മഹാബ്രാഹ്മണരുടെയും അതേപോലെ ഈ സാധുക്കളുടെ സജ്ജനങ്ങളെ രക്ഷിക്കുക, അങ്ങനെയൊക്കെ പലതുമുണ്ട്. അതൊക്കെ പ്രാർത്ഥനയായിട്ട് മാറി. അപ്പം നമ്മൾ എങ്ങനെയൊക്കെ ആവണം നമ്മുടെ ജീവിതം? ഇതുപോലെ ച്യുതിയൊക്കെ സംഭവിക്കാം. മേനകയെ കണ്ടാൽ ചിലപ്പോൾ വേണ്ടി വന്നു എന്ന് വരാം, രംഭയെ കണ്ടാൽ ശപിച്ചു എന്നും വരാം. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സ് മാറി വരിക, ഉയർന്നു വരിക. അപ്പോൾ കാമം നമ്മളെ പിടികൂടില്ല. അപ്പം ഇങ്ങനെയൊക്കെ സദാനന്ദ ഗുരു വിശ്വാമിത്രനെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു. അത് എല്ലാവർക്കും വളരെയധികം സന്തോഷത്തെ ഉണ്ടാക്കി. മിഥില രാജധാനിയിൽ എവിടെയാണോ ഓരോരുത്തർക്കും താമസിക്കാൻ ഏർപ്പാട് ചെയ്തത്, അതാത് സ്ഥലങ്ങളിലേക്ക് സന്തോഷത്തോട് കൂടിയിട്ട് കഥകളൊക്കെ കേട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള അനുഭൂതിയോട് കൂടിയിട്ട്
അതാത് സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി അതിന് ശേഷം അന്നത്തെ രാത്രി ഉറങ്ങിയതിന് ശേഷം 66-ാമത്തെ സർഗത്തിൽ പറയുകയാണ്, പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വിശ്വാമിത്രൻ അതേപോലെ ഈ രാമനും ലക്ഷ്മണനും അവരെ ഒരു വിശിഷ്ടാതിഥി എന്ന നിലയ്ക്ക് ജനക മഹാരാജാവ് തന്നെ യജ്ഞശാലയിലേക്ക് യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് ധനുർയാഗം നടക്കുകയാണ്, അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ധർമാത്മാവായിട്ടുള്ള ജനക മഹാരാജാവ് ശാസ്ത്രം വിധിച്ചതായിട്ടുള്ള വേദം വിധിച്ചതായിട്ടുള്ള കർമ്മങ്ങളോട് കൂടിയിട്ട് അദ്ദേഹത്തെയും അതേപോലെ തന്നെ ഈ വിശ്വാമിത്രനെയും മഹാത്മാക്കളായിട്ടുള്ള രാമനെയും ലക്ഷ്മണനെയും അതേപോലെ മറ്റെല്ലാവരെയും ഉണ്ട് പൂജിച്ചു. വേണ്ട രീതിയിലൊക്കെ കുശലാന്വേഷണാദികളൊക്കെ വീണ്ടും പറഞ്ഞു. ഇന്നലെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങിയില്ലേ, ഇങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഫോർമാലിറ്റി, അത്രയേ ഉള്ളൂ. അതന്നെ അവർക്ക് ഇല്ല, തമ്മിൽ അതില്ല. കാരണം രണ്ടുപേര് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ഈശ്വര കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇവിടെയും ലക്ഷ്യം അതാണ്, രാമനെയും സീതയെയും ബന്ധിപ്പിക്കലാണ് വിശ്വാമിത്രൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിനനുസരിച്ച് സംവാദങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ, എന്നോട് ആജ്ഞാപിക്കൂ എന്ന് ജനകൻ പറഞ്ഞു. അപ്പോൾ ഈ വിശ്വാമിത്ര മഹർഷി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദശരഥപുത്രന്മാരായിട്ടുള്ള ഇവർ എന്ന് വെച്ചാൽ അയോധ്യ രാജ്യവും മിഥില രാജ്യവും രണ്ട് തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഉയർന്ന സ്ഥാനത്തെ അലങ്കരിക്കണം. കാശി, അയോധ്യ, മിഥില ഈ 3 രാജ്യങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഭാരതത്തിൽ, ഭൂമിയിൽ, സ്വർഗത്തിൽ, എന്തിന് ഈ ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ. അതേപോലെ രാജ്യമല്ലാത്തതായിട്ടുള്ള വൃന്ദാവനത്തിനും ഇതേപോലെ ഒരു പ്രത്യേക പദവിയാണ്. അതൊരു വല്ലാത്ത പദവിയാണ്, ഒരിക്കലും നാശമില്ലാത്ത പദവിയാണ്. അപ്പോൾ ഇവിടെ ഈ അങ്ങയുടെ ധനുസ്, ശങ്കരധനുസ്, ശിവധനുസ് ആണല്ലോ ഇപ്പം അങ്ങ് യാഗത്തിന് വേണ്ടിയിട്ട് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണണമെന്ന് കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്. ആ കാര്യത്തെ ആ സഭയിൽ വെച്ചാണ് വിശ്വാമിത്ര മഹർഷി ജനകനോട് പറയണത്. ഇതെല്ലാവർക്കും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഉറക്കെ പരസ്യമായിട്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുക എന്നൊരു പ്രവൃത്തിയുണ്ട്. അത് വിശ്വാമിത്രൻ ചെയ്തു. അത് അങ്ങ് കാട്ടിക്കൊടുക്കണേ, അങ്ങേക്ക് നല്ലത് സംഭവിക്കട്ടെ. അതേപോലെ എല്ലാവരും ഈ കൃതാർത്ഥത ഉള്ള ഒരു ഭാവത്തിലേക്ക് എത്തും, എന്ന് വെച്ചാൽ ആഗ്രഹം സാധിച്ച ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാവി ഫലം എന്തോ അത് വ്യംഗ്യം ആയിട്ട് പറഞ്ഞു എന്നതാണ്. കാരണം ഈ ധനുസ് പൊട്ടിക്കേണ്ടതായിട്ടുള്ളൊരു ഉത്തരവാദിത്വം ശ്രീരാമനാണ്. ശ്രീരാമന് മാത്രമേ സാധിക്കുള്ളൂ. ആ ധനുർഭംഗം സംഭവിച്ചാൽ മാത്രമേ സീതയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അത് അവിടുത്തെ ഒരു വ്യവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് പന്തയം പോലെ ഈ ഒരു കാര്യത്തിൽ നടത്തണ്ടേ. അപ്പോൾ ജനകൻ പറഞ്ഞു, ആ ധനുസ് ഇവിടെ വെച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം പറയാം. അപ്പോൾ അതും അവിടെ പറയപ്പെടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ പരസ്യമായിട്ട് പറയണം, അങ്ങനെയാണ്. കേട്ടോളൂ. നിമി ചക്രവർത്തിയുടെ ജ്യേഷ്ഠപുത്രനായിട്ടുള്ള ദേവരാജൻ എന്ന അതിപ്രശസ്തനായിട്ടുള്ള ഈ രാജാവിന് മഹാദേവൻ, ത്രിപുരാന്തകൻ ആയിട്ടുള്ള മഹാദേവൻ, ആ വില്ലാണത്. ത്രിപുരന്മാരെ വരിച്ചതായിട്ടുള്ള വിദ്യുന്മാലി, കമലാക്ഷൻ, കമലനേത്രന്നോ കമലമുഖനെന്നോ അങ്ങനെ എന്തോ തന്നെയാണ്. എന്തായാലും 3 ഏകദേശം അർത്ഥം അത് തന്നെയാണ് വരിക. പേരതാണോ ശരിയല്ല. ഏതായാലും താരകാസുരൻ്റെ 3 മക്കളാണ്. അവർ ത്രിപുരന്മാരെ എന്നറിയപ്പെടും. അപ്പോൾ അവരെ വധിച്ചതായിട്ടുള്ള ഇങ്ങനെ അനവധി ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശിവപുരാണത്തിൽ വളരെ വിസ്തരിച്ച് പറയണു. എല്ലാ പുരാണത്തിലും ഉണ്ട്, ഭാഗവതത്തിലൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങനെയുള്ള ഈ ത്രിപുരന്മാരെ വധിച്ചതായിട്ടുള്ള ആ ധനുസാണ് ഈ പൂജിക്കാൻ വെച്ചിരിക്കുന്നത്, ശിവധനുസ്. അപ്പോൾ അത് ദേവരാജന്, ഈ മിഥില രാജാവായിട്ടുള്ള ദേവരാജനെ കൊടുത്തതാണ്. നിമേഹേ ഷഷ്ഠോഹോ, ഈ ദേവരാജനിൽ നിന്ന് 6ാമനായിട്ടുള്ള രാജാവായിട്ടുള്ള ഈ ജനകൻ ഇന്നും അതിനെ പൂജിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ്. അതേപോലെ ഈ രുദ്രൻ ദക്ഷയജ്ഞം തകർത്ത സന്ദർഭത്തിൽ ഈ ശിവധനുസ് കയ്യിലെടുത്ത് ദേവന്മാരോട് കുറച്ച് ശുണ്ഠി എടുത്തുകൊണ്ട് പരിഹാസപൂർവ്വം ഒരിക്കൽ പറയുണ്ടായിട്ടുണ്ട്. ദേവന്മാരെ, ഈ ഹവിർഭാഗാർത്ഥികളായിട്ടുള്ള ഓരോരുത്തരെയും പോലെ തന്നെ എനിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഹവിർഭാഗം നൽകിയില്ല? അതേപോലെ നിങ്ങളുടെ ഈ മഹാർഹങ്ങളായിട്ടുള്ള ഉത്തമാംഗങ്ങളെ, ശിരസ്സുകളെ
എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ വധിക്കും എന്ന്. സ്വതേ ദേവന്മാർക്ക് മരണമില്ല, പക്ഷേ മഹാദേവൻ സംഹാരകാരകനാണ്, വധിക്കും. അപ്പോൾ ഞാൻ ഈ ധനുസ് കൊണ്ട് അത് ഛേദിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മുനിപുങ്കുവ അപ്പോൾ ദുഃഖിച്ചതായിട്ടുള്ള ഈ ദേവന്മാർ മഹാദേവനെ സ്തുതിച്ചു, പ്രീതിപ്പെടുത്തി. അങ്ങ് ഈ കോപം ശമിപ്പിച്ച് ശാന്തഭാവത്തിലെത്തണം എന്നവർ പ്രാർത്ഥിച്ചു. അതോ വിമനസ സർവേ ദേവാ വൈ മുനിപുങ്കവ പ്രസാദയന്ത ദേവേശം തേഷാം പ്രീതോ ഭവൽഭവാം. അപ്പോൾ ഇങ്ങനെ സ്തുതിച്ച് കേട്ടപ്പോൾ ശിവധനുസിനെ ആ മഹാത്മാക്കളുടെ പക്കൽ തന്നെ കൊടുത്തു. അപ്പോൾ ശിവാജ്ഞ കൊണ്ട ദേവന്മാർ അവരുടെ ഈശ്വരനായിട്ടുള്ള ഈ മഹാദേവൻ്റെ ആഗ്രഹത്തെ അത് ഈ ആറാമനായിട്ടുള്ള ദേവരാജൻ എന്ന ആ നിമി മഹാരാജാവിന് സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചു എന്നാണ്. ആ വില്ലാണ് ഇത്. ഞാൻ കലപ്പ കൊണ്ട് യാഗഭൂമി ഒഴുകുന്ന സമയത്ത്, ഇപ്പോൾ ഈ ജനക മഹാരാജാവ് പറയാണ്, ഒഴുകുന്ന സമയത്ത് കൃഷിഭൂമിയുടെ ഉള്ളിൽ നിന്നും കിട്ടിയതായിട്ടുള്ള ഈ അന്നത്തെ സ്വർണ്ണ കലപ്പ കൊണ്ട് യാഗത്തിന് വേണ്ടിയിട്ട് ഈ കൃഷിഭൂമി ഉഴുന്ന ആ സമയത്ത് ആ ചാലിൽ നിന്ന് ഉണ്ടായതാണ് സീത. അപ്പോൾ ആ സീത ഈ യാഗക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി തന്നെ അത്രയും പരിശുദ്ധയാണ് എന്ന് മനസ്സിലായതുകൊണ്ട്, ദേവ്യ അംശമാണ്, ഈശ്വരി തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇതാ ഈ യാഗഭൂമി തന്നെ ശുദ്ധമായിട്ട് കൽപ്പിച്ചു അന്ന്, സീത എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പുത്രിക്ക് പേരിട്ടു. ഈ ഭൂമിയിൽ എന്നാണോ പുറത്തു വന്നത് അന്ന് മുതൽ എൻ്റെ കുട്ടിയായിട്ട്, ആത്മജയായിട്ട് ഞാൻ ഇതാ കുട്ടിയെ വളർത്തി വരണു. അപ്പോൾ എൻ്റെ ഈ അയോനിജയായിട്ടുള്ള മകളെ ഞാൻ വീരശുരുക്കമായിട്ട് നിശ്ചയിച്ചു. അത് ഈ ഭൂമിയിൽ നിന്ന് പിറന്ന എൻ്റെ ഈ മകളെ വളർത്തുന്ന എൻ്റെ മറ്റേ ഭാര്യ, പത്നി, അതേപോലെ അവളെ രാജാക്കന്മാർ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് അനവധി ആൾക്കാർ വരുമ്പോൾ ഈ പത്നിക്കും അതേപോലെ തന്നെ കുറച്ച് യോഗ്യനെ കൊടുക്കാവൂ കേട്ടോ എന്ന് പറയണ്ടായി സുനയന. അപ്പോൾ ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീര്യശുരുക്കം ആയിട്ട് ഈ കുട്ടിയെ കൊടുക്കാം എന്ന് നിശ്ചയിച്ചത്. അപ്പോൾ അതിൽ ഈ ധനുസ്സിനെ ആർക്കും ഞാണ് കെട്ടാനോ അതിലൊരു വില്ല് എടുത്തിട്ട് തൊടുക്കാനോ സാധിച്ചില്ല. അതായിരുന്നു പന്തയം. അപ്പോൾ ആ പന്തയം ഇതുവരെ ആർക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എല്ലാ രാജാക്കന്മാരും അവരുടെ വീര്യം അതിനുവേണ്ടി പ്രയോഗിച്ചാലും ഫലിച്ചില്ല. അപ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു ജിജ്ഞാസയായി. ഈ ശിവധനുസ് ഇത്രയും പ്രാധാന്യമുണ്ടോ, എന്താ അതിൻ്റെ ഈ വലിപ്പത്തിൻ്റെ കാരണം, അതേപോലെ അത് എല്ലാവർക്കും കാണണം എന്നൊരു വീണ്ടും ഒരു ആഗ്രഹം. അപ്പോൾ അത് അവിടെ ബാക്കിയുള്ളവരൊക്കെ കണ്ടിട്ടുണ്ട്, ഇവരും ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ അത് കൊണ്ടുവരികയാണ്. അപ്പോൾ അവരാർക്കും വില്ല് പൊക്കാനോ ഇതിനൊന്നും ശക്തരായില്ല. അപ്പോൾ ആ വീരന്മാരുടെ ശക്തി വളരെ കുറച്ചാണ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആരാണോ ഇങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചാൽ അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് പണ്ട് എന്നാണ്. അപ്പോൾ അവരെയൊക്കെ ഉപേക്ഷിച്ചു. അങ്ങ് മനസ്സിലാക്കണേ എന്ന് ഈ വിശ്വാമിത്രനോട് പറയുകയാണ് ജനക മഹാരാജാവ്. ഇങ്ങനെ രാജാക്കന്മാർ അവരവരുടെ സ്വന്തം വീര്യത്തിൽ സംശയമുള്ളവരായിട്ട്, മാത്രമല്ല അവർ കുറച്ചൊരു സീതയെ കിട്ടാത്തതുകൊണ്ടുള്ള ഒരു നിരാശ, അത് കോപമായിട്ട് ഭവിച്ചിട്ടുണ്ട്. അവർ മിഥിലയെ വളഞ്ഞു. അപ്പോൾ അനവധി രാജാക്കന്മാർ ഞങ്ങൾ അവരെ അപമാനിച്ചു എന്ന് സ്വയമേവ അങ്ങോട്ട് തീരുമാനിച്ചു. ഞങ്ങളതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ ഒരു വീരശുരുക്കം പ്രഖ്യാപിച്ചു, അത് പങ്കെടുത്തു, അവർക്കതിന് സാധിച്ചില്ല, അതിന് ഞങ്ങളെങ്ങനെയാണ് കുറ്റക്കാരാവുക? ഇങ്ങനെ മിഥിലയിലെ സൈന്യത്തെ മുഴുവൻ ഈ പരീക്ഷ നേരിടാൻ വേണ്ടി വന്ന രാജാക്കന്മാർ നശിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ സൈന്യം മിക്കവാറും നശിച്ച മട്ടായിരിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ ദുഃഖിതനാണ്. എല്ലാ ദേവന്മാരെയും ഞാൻ തപസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ദേവന്മാർ പ്രീതരായി കഴിഞ്ഞാൽ ഈ ചതുരംഗ സൈന്യം എന്ന് വെച്ചാൽ സേന ഞങ്ങൾക്ക് കുറച്ചും കൂടി വലുതാക്കാൻ പറ്റുമോ എന്നൊരു മോഹം ഉണ്ട്. ഇപ്പോൾ ആ ദേവന്മാർ ഈ രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച മട്ടാണ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പാപകർത്താക്കളായിട്ടുള്ള ഈ രാജാക്കന്മാർ
മാനിക്കപ്പെടേണ്ടവരല്ല എന്നും മാത്രമല്ല ദേവന്മാരാൽ അവർക്ക് ചില ശിക്ഷ കിട്ടിയപ്പോൾ അവർ കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇപ്പോൾ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരണില്ല. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അങ്ങ് വ്രതസ്ഥനാണല്ലോ വിശ്വാമിത്ര മഹർഷി. ഇങ്ങനെ തേജസ്സോട് കൂടിയിട്ട് വിളങ്ങുന്ന ദശരഥപുത്രന്മാരായിട്ടുള്ള ഈ രാമലക്ഷ്മണന്മാർക്ക് ഈ ധനുസ് ഞാൻ കാണിച്ചു കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അതിന് അങ്ങനെ വരാലോ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്നോട് ദേഷ്യം തോന്നരുത്, ഇവരും എൻ്റെ ശത്രുക്കളായിട്ട് മാറരുത്. അപ്പോൾ ഈ വില്ല് രാമൻ കൊലച്ച് അത് ഞാൻ ഏറ്റിയൊരു അമ്പ് ആണെങ്കിൽ എനിക്ക് ഈ സീതയെ ഈ ദാശരഥി രാമന് വിവാഹം കഴിച്ചു കൊടുക്കാൻ വലിയ താല്പര്യമുണ്ട്. അതിന് അങ്ങൊന്ന് സഹായിക്കുക കൂടി വേണം. ഇങ്ങനെ പറഞ്ഞ് ആ 66-ാമത്തെ സർഗം മുഴിപ്പിച്ചു. അതിനുശേഷം 67-ാമത്തെ സർഗത്തിൽ പറയാണ്, ജനക മഹാരാജാവിൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി ആ രാജാവിനോട് പറഞ്ഞു, ധനുസ് കാട്ടിക്കൊടുത്തോളൂ രാമന്. അങ്ങനെ ജനക മഹാരാജാവ് ഈ മന്ത്രിമാർക്ക് ആജ്ഞ കൊടുത്തു. അതുപോലെ ഈ ധനുസ് എല്ലാ ദിവസവും പൂജിക്കുന്നതാണ്. മാല ധാരാളം ചാർത്തും, സുഗന്ധദ്രവ്യങ്ങൾ ധാരാളമായിട്ട്, ചന്ദനായാലും കുങ്കുമായാലും പലതും ഒക്കെ കുറിയിട്ട് അങ്ങനെയൊക്കെയാണ്. അങ്ങനെ മാലയൊക്കെ ചാർത്തി അലങ്കൃതമായിട്ട് ഈ ദിവ്യ ധനുസ് കൊണ്ടുവരപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ജനകൻ്റെ ആജ്ഞ കേട്ടപ്പോൾ മന്ത്രിമാർ വേഗം അവിടെ പോയി ധനുസ് ഏറ്റിക്കൊണ്ടുവന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഏറ്റാൻ വേണ്ടിയിട്ട് ഈ മഞ്ചൽ ഏറ്റുന്ന പോലെ മല്ലന്മാരായിട്ട് കുറേ ആളുകളുണ്ട്, ഏറ്റുകാരായിട്ട്. അവർ 5000 പേരുണ്ട്. ഈ മഹാശക്തന്മാരായിട്ടുള്ള 5000 പേരും എന്നും അവർക്ക് ഇത് എടുക്കാനുള്ള ശക്തി ഉണ്ടാവാൻ അത്രയും പ്രഗത്ഭന്മാരെ മാത്രമേ അതിന് നിയോഗിക്കാറുള്ളൂ. അങ്ങനെ 8 ചക്രങ്ങളിലുള്ള വണ്ടിയിൽ വലിച്ച് കൊണ്ടുവരികയാണ്. 5000 പേര് 8 ചക്രമുള്ള വണ്ടിയിൽ ഇത് വലിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ ഈ രാജാക്കന്മാരുടെ മുമ്പിൽ ഇരുമ്പ് വണ്ടി കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ജനക മഹാരാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, മിഥിലാധിപതേ, എല്ലാ രാജാക്കന്മാരും ആരാധിതമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഈ ധനുസിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ഇതാ ഞങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ അവരുടെ വാക്ക് കേട്ടപ്പോൾ സാധാരണ കൊണ്ടുവന്ന് വെച്ചാൽ നമസ്കരിക്കുക, അങ്ങനെയൊക്കെ വേണം. ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ രാമലക്ഷ്മണന്മാരെ രണ്ടുപേരെയും നോക്കിയിട്ട്, വിശ്വാമിത്ര മഹർഷിയെയും നോക്കിയിട്ട് ഈ രാജാവ്, ജനക മഹാരാജാവ് പറഞ്ഞു, ബ്രഹ്മൻ വിശ്വാമിത്ര മഹർഷിയോട് പറയാണ്, ഈ മഹാവീരന്മാരായിട്ടുള്ള രാജകുമാരന്മാർ ഇത് കൊലയ്ക്കാൻ അക്കാലത്ത് ശക്തരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഈ അനവധി ജനകന്മാർ പൂജിച്ചു വന്നതായിട്ടുള്ള ഈ മഹാധനുസ്, അപ്പോൾ ഈ വില്ല് കൊലച്ച് ഞാൻ ആരാണോ ഏറ്റുന്നത്, അങ്ങനെ ശരം തൊടുക്കുന്നത് അവർക്ക് ആരോപണേ സമായോഗേ എന്നാണ്. വേപനെ തോലനെ, ഞാൻ വലിച്ച് അമ്പ് വിടുന്നതിനോ എടുത്ത് പൊക്കുന്നതിനോ ഈ ദേവന്മാർക്കോ അസുരന്മാർക്കോ രാക്ഷസന്മാർക്കോ ഗന്ധർവ യക്ഷപ്രവരന്മാർക്കോ കിന്നരന്മാർക്കോ കഴിഞ്ഞിട്ടില്ല, പിന്നെ മനുഷ്യന്മാർക്ക് ഇത് കഴിയോ എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് ജനക മഹാരാജാവിന് സീതയെ ഈ രാമന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പറയണത്. അങ്ങനെയുള്ള ഈ ശ്രേഷ്ഠ ധനുസ് ഇതാ കൊണ്ടുവന്നിരിക്കുന്നു, രാജപുത്രന്മാർക്ക് കാണിച്ചു കൊടുത്തോളൂ. അവിടെ കാണാനിട്ടല്ല, അതാണ് പറയണം. അതാണ് എല്ലാവർക്കും കാണാണ്ട് പാവില്ല, അതിലായിട്ടല്ല, മഹർഷിയെ കാണിച്ചു കൊടുത്തോളൂ എന്ന് വെച്ചാൽ അവിടെ അനവധി കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ചില ന്യായ ശാസ്ത്ര വിധി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടേ, അതൊക്കെ പറഞ്ഞു കൊടുക്കണം. രാമൻ അറിയാനായിട്ടല്ല, എങ്കിലും അത് പറയണം. അതാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണ് നിയമം. അപ്പോൾ വിശ്വാമിത്രൻ രാമനും ജനകൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വിശ്വാമിത്രൻ പറഞ്ഞു, രാമ വാത്സല്യത്തോട് കൂടിയിട്ടാണ്, പുത്രസമാനനായിക്കൊണ്ട്, ശിഷ്യനാണല്ലോ, അപ്പോൾ പുത്രസമാനായിട്ട് ഇതാ ഈ ശിവധനുസ് കണ്ടോളൂ. മഹർഷിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ വില്ലിരിക്കുന്നതായിട്ടുള്ള ആ പെട്ടി, മഞ്ജൂഷ എന്നാണ് അതിൻ്റെ പേര് പറയുക, ആ മഞ്ജൂഷയാകുന്ന ആ പെട്ടി തുറന്നു. എന്നിട്ട് എല്ലാവരും അത് കണ്ടു. ബ്രഹ്മൻ ദിവ്യമായിട്ടുള്ള ഈ മഹാധനുസ് കൈകൊണ്ട് എടുക്കുകയും പൊക്കുകയും ഞാൻ ഏറ്റുകയും ചെയ്യാൻ ശ്രമിക്കട്ടെ എന്ന് ശ്രീരാമൻ ഈ വില്ലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മഹർഷിയോട് അനുവാദം ചോദിച്ചു. പ്രത്യേകമായിട്ടുള്ള അനുവാദം ചോദിക്കുകയാണ്. ഇതം ധനുർവരം ദിവ്യം സംസ്പൃശാമീഹ പാണിന യത്നവാംശ ഭവിഷ്യാമി തോലേന പൂരണേ വിവ ബാഢമിത്യബ്രവീദ് രാജാ മുനിശ്ച സമഭാഷത ലീലയാ സ ധനുർമധ്യേ ജഗ്രാഹ വചനാൻ മുനേ
പശ്യതാം നൃസഹസ്രാണാം ബഹൂനാം രഘുനന്ദന ആരോപയൽ സ ധർമാത്മാ സലീലമിവ തദ്ധനു ആരോപയിത്വാ മൗർവീ ച പൂരയാമാസ തദ്ധനു തദ്ബഭഞ്ജ ധനുർമധ്യേ നരശ്രേഷ്ഠോ മഹായശ. അപ്പോൾ ഇങ്ങനെ ഇത് എനിക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അനുവാദം വാങ്ങിയിട്ടാണ് രാമൻ മഹർഷേഹേ വചനാത് രാമോ എത്ര തിഷ്ഠതി തദ്ധനു മഞ്ജുഷാം താം അപാവൃത്യ ദൃഷ്ട്വാ ധനുഹു അഥ അബ്രവീത് ഇതം ധനുർവരം ദിവ്യം സംസ്പൃശാമീഹ പാണിന യത്നവാംശ ഭവിഷ്യാമി തോലനെ പൂരണേ വിവ എന്ന് പറയുന്നത് എന്ന് സാരം. അപ്പോൾ ഇത് മറ്റൊരു അവതാരം ഇങ്ങനെ വിനയഭാവത്തിൽ ചെയ്യാറില്ല. ഇപ്പോൾ ശ്രീകൃഷ്ണൊക്കെ വെച്ചാൽ അത് കാണുന്നതിൻ്റെ മുന്നേ എടുക്കലും തൊടുക്കലും പൊട്ടിക്കലും ഒക്കെ കഴിഞ്ഞു. കംസൻ്റെ അടുത്തേക്ക് പോണ സമയത്തും അതും ശിവധനുസ് തന്നെയാണ്. അത് എടുക്കലും കടക്കലും പൊട്ടിക്കലും ഒക്കെ കൂടിയിട്ട് ചടുപടുവെന്ന് കഴിഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. മഹർഷിയുടെ അനുവാദമൊക്കെ ചോദിച്ച് പ്രദക്ഷിണ വെച്ച് നമസ്കരിച്ച് ആചമനാദി കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ്. വിഷ്ണുവിനെ സ്മരിച്ച് ശിവനെ സ്മരിച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഞാനിത് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ രാജാവും മഹർഷിയും ഒരേപോലെ, ജനക മഹാരാജാവും വിശ്വാമിത്ര മഹർഷിയും ശതാനന്ദനൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്, ചെയ്യൂ 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 എന്ന് പറയുകയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇങ്ങനെ അനുവാദം വാങ്ങിയിട്ട് വളരെ ലാഘവമായിട്ട് ആ വില്ലിൻ്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വില്ലിൻ്റെ നടുക്ക് പിടിച്ച് അനവധി ആൾക്കാർ നോക്കി നിൽക്കുക. ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ നോക്കി നിൽക്കുകയാണ്. മറ്റേ 5000 പേര് മറ്റേത് നിൽക്കുന്നുണ്ട്. ഈ ക്ഷണിക്കപ്പെട്ടതായിട്ടുള്ള സദസ്സിലാണ്. അപ്പോൾ ആ സദസ്സാണ് ഈ 1000 പേര്. ബാക്കിയുള്ളവരൊക്കെ വേറെയാ. പിന്നെ ദേവീ ദേവന്മാരൊക്കെ ആകാശത്ത് നിൽക്കുന്നുണ്ട്, അതൊക്കെ വേറെയാ. അതിങ്ങനെ കണ്ടു. എന്താണ്, ഇടത്തെ കൈ കൊണ്ടാണ് പൊക്കി പിടിച്ചു. എന്നിട്ട് ലാഘവത്തോട് കൂടിയിട്ട് കൊലച്ച് അതിൽ ഞാൻ നല്ലോണം കെട്ടി. അതിന് ശേഷം ഈ ജനകൻ്റെ ആ വില്ലിൻ്റെ നടു ഇതാണ്ട് കെട്ടനോട് കൂടിയിട്ട് അതാണ് വലിഞ്ഞു മുറുകി ആ ശിവധനുസ് അങ്ങോട്ട് പൊട്ടിപ്പോയി. ഈ പൊട്ടൽ അങ്ങോട്ട് കേട്ടതോട് കൂടിയിട്ട് അതിൻ്റെ ശബ്ദം ഇടിവെട്ട് പോലെ ഒരു വലിയ മല ഒന്നിച്ച് ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് വേർപെട്ട് ആകാശത്തേക്ക് അങ്ങോട്ട് പോയിട്ട് താഴത്തേക്ക് വീണ ഈ പാറക്കഷ്ണങ്ങളും എല്ലാം കൂടിയിട്ട് വീഴുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം എത്രയാണോ അത്രയും വലിയ ഒരു ശബ്ദത്തോട് കൂടിയിട്ട് അത് എല്ലാവരും കേട്ടു എന്നാണ്. അതിഘോരമായിട്ടുള്ള ശബ്ദമാണ്. എല്ലാവരും മോഹാലസ്യപ്പെട്ടു പോയി ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേ. ജനക മഹാരാജാവിനോ വിശ്വാമിത്രനോ രാമലക്ഷ്മണന്മാർക്കോ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മോഹാലസ്യം വന്നു എന്നാണ്. ഈ തളർച്ച മാറിക്കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും എഴുന്നേറ്റു. എന്നിട്ട് രാജാവ് ഈ ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റതിന് ശേഷം ജനക രാജാവ് ഈ വിശ്വാമിത്രനോട് പറയാണ്, ഭഗവൻ ദശരഥാത്മജന്മാരായിട്ടുള്ള രാമൻ്റെ ഈ അത്യത്ഭുതമായിട്ടുള്ള അചിന്ത്യവുമായിട്ടുള്ള വീര്യമഹാത്മ്യത ഞാനിപ്പോൾ കണ്ടു അനുഭവിച്ചു. ഞാൻ ഇത്രയും കരുതിയില്ല. അത്ര വീര്യമുണ്ട് ഈ രാമന്. എൻ്റെ മകളായിരിക്കുന്ന ഈ സീത ദശരഥാത്മജനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജനകകുലത്തിന് കീർത്തി ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ ആരാ പണിയെടുത്തത്? രാമനാ. ആർക്കാ നേട്ടം? സീതയെ ഭാര്യയായിട്ട് വധുവായിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ യശസ് കിട്ടിയത് ജനക മഹാരാജാവിനാണ്. അതാണ് വിനയം. നമ്മൾ ഓരോ വാക്കിലും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് രാമായണം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വിനയം, വിനയസമ്പന്ന എന്നാണല്ലോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇത് എൻ്റെ കുട്ടിയുടെ ഭാഗ്യം, എൻ്റെ ഭാഗ്യം. അപ്പോൾ കീർത്തി ഉണ്ടാക്കിയിരിക്കുന്നു ജനകകുലത്തിന് മുഴുവൻ. വീരശുൽക്കം എന്നതായിട്ട് ഈ ഒരു പ്രതിജ്ഞ ഇപ്പോൾ നിറവേറ്റി. അതിനും കാരണക്കാരൻ ഈ രാമനാണല്ലോ. അതേപോലെ എൻ്റെ പ്രാണങ്ങളെക്കാൾ ഞാൻ വലുതായിട്ട് കണക്കാക്കുന്ന എൻ്റെ ഈ സീത ദേവി മക്കളിനിയുണ്ട്. സ്വന്തമായിട്ട് മകളുണ്ട്, അതാണ് ഊർമിള. അതേപോലെ അനിയൻ്റെ 2 മക്കളുണ്ട്, ശ്രുതകീർത്തി, മാണ്ഡവി. രണ്ട് മക്കൾ. ഇനിയുണ്ട് 3 കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ പ്രാണനേക്കാൾ വലുതാണ് എനിക്ക്. മക്കളെ അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. എൻ്റെ ഈ ശരീരത്തിനേക്കാൾ വിലയുണ്ട് എൻ്റെ കുട്ടികൾക്ക് എന്നതാണ്. ഇപ്പോൾ പ്രാണനേക്കാൾ വിലയുണ്ട്. അങ്ങയുടെ അനുവാദത്തോട് കൂടിയിട്ട് അല്ലയോ ബ്രഹ്മൻ, മന്ത്രിമാർ ഇവിടെ അതിവേഗം തേരിലേറിക്കൊണ്ട് അയോധ്യയിലേക്ക് പോകട്ടെ. ദശരഥ രാജാവിനോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കട്ടെ. എന്നിട്ട് ഇങ്ങനെ വീരശുൽക്കമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഈ കന്യകയെ എനിക്ക് ദാനം ചെയ്യാൻ അച്ഛൻ്റെ അനുവാദം വേണമല്ലോ. അപ്പോൾ അത് രാജാവിനെ അറിയിക്കും വേണം, അവരെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരണം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ കാകുത്സ്ഥന്മാർ ഈ
വിശ്വാമിത്രൻ്റെ സംരക്ഷണത്തിലാണ് ഇരിക്കുന്നത് എന്നും അതിൻ്റെ വസ്തുതയും രാജാവിനോട്, ജനകരാജാവിനോട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞറിയിച്ച് അതിവേഗം തന്നെ ഈ ദശരഥ രാജാവ് ഇവിടേക്ക് എഴുന്നള്ളട്ടെ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ശരി, അങ്ങനെ തന്നെ ആവട്ടെ, അവരെ വിട്ടോളൂ, ദൂതന്മാരായിട്ട് വിട്ടോളൂ. മന്ത്രിമാരെ വരുത്തി അവരോട് വേണ്ട വിധം എങ്ങനെയൊക്കെയാണോ പറഞ്ഞയക്കേണ്ടത് വെച്ചാൽ ആ വിവരങ്ങളൊക്കെ കൊടുത്തു. രാജാവിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഏർപ്പാടെല്ലാം ചെയ്തു. ഇങ്ങനെ അവർ അയോധ്യയിലേക്ക് യാത്രയായി എന്ന് 67-ാമത്തെ സർഗത്തിൽ അങ്ങനെ പറഞ്ഞു വെച്ചു. ഇനി 68-ാമത്തെ സർഗത്തിൽ ജനകൻ ഇങ്ങനെ ആജ്ഞാപിച്ച ആ സമയത്ത് ദൂതന്മാർ മറ്റേ വാഹനങ്ങളിൽ കയറിയിട്ട് അയോധ്യയിലേക്കുള്ള മാർഗത്തിൽ 3 രാത്രി സഞ്ചരിച്ചതിൻ്റെ ശേഷം അയോധ്യാപുരിയിൽ എത്തി എന്നാണ്. അപ്പോൾ 3 ദിവസം സഞ്ചരിക്കാനുള്ള അത്രയും ദൂരമുണ്ട്. എന്നുവെച്ചാൽ വളരെ വേഗത്തിലാണ് പോയത്. അപ്പം കുതിരകളൊക്കെ കുറച്ച് തളർന്നു പോയി എന്നാണ്. വേഗം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഈ അത്രയും വേഗം പോയിട്ടാണ് 3 ദിവസം കൊണ്ട് എത്തിയത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി സമയം ശരിക്കും വേണം യാത്ര ചെയ്യാനാണ് വെച്ചാൽ, സാധാരണ ഓടുകയാണ് വെച്ചാൽ. അപ്പോൾ ഇവിടെ അത്രയും വേഗമായതുകൊണ്ട് കുതിരകൾ പോലും തളർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ രാജാവിൻ്റെ അനുവാദപ്രകാരം കൊട്ടാരത്തിലേക്ക്, അയോധ്യ നഗരിയിലേക്ക് അവർ ദൂതന്മാർ കടന്നു ചെന്നു. ദേവനെ പോലെ ഇരിക്കുന്ന ആ വയസ്സായിട്ടുള്ള 50,000 വയസ്സായിട്ടത്രേ ഈ ദശരഥ രാജാവിന്. ആ സമയത്ത് ആ ദശരഥ രാജാവിനെ കണ്ടു. എല്ലാ ദൂതന്മാരും ഈ രാജാവിനെ കണ്ടപ്പോൾ അതേപോലെ കുളിക്കുക, ആഹാരം കഴിക്കുക, എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഏതായാലും അവർ തളർച്ച തീർന്നു. കൂപ്പ് കൈയോട് കൂടിയിട്ട് വിനയം നിറഞ്ഞ ഭാഷയിൽ വളരെ മധുരമായിട്ടുള്ള വാക്കുകളെ പറഞ്ഞു. മിഥില രാജാവായിട്ടുള്ള ജനക മഹാരാജാവ് ഈ അഗ്നിഹോത്ര പുരസ്കൃതനായിട്ടും അതേപോലെ ഉപാധ്യായന്മാരോടും പുരോഹിതന്മാരോടും കൂടിയവനായിട്ടും അങ്ങയുടെ ഈ മുഴുവൻ കുശലത്തെയും അന്വേഷിക്കുന്നു. ആദ്യം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ദൂതനായിട്ടാണ്. അപ്പോൾ നേരിട്ട് അങ്ങനെ കുശലം അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ രാജാവ് പറഞ്ഞയച്ചിട്ടുണ്ട്, കുശലം അന്വേഷിച്ചു. പിന്നെ പരിജനങ്ങളോട് എല്ലാവർക്കും കുശലം തന്നെയല്ലേ എന്ന് പ്രത്യേകം ചോദിക്കാൻ വേണ്ടിയിട്ട് രാജാവ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വൈദേഹനായിട്ടുള്ള വിദേഹ അധിപതിയായിട്ടുള്ള ഈ രാജാവ് വിശ്വാമിത്രൻ്റെ അനുവാദത്തോടു കൂടിയിട്ടാണ് അങ്ങേ ഇതുപോലെ ചില കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതൊരു ആജ്ഞയാണ്. എൻ്റെ മകള് വീരശുൽക്കമായിട്ട് എല്ലാവരും അറിയത്തക്കവണ്ണം മുമ്പേ തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ്. മറ്റ് രാജാക്കന്മാർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത് ഇപ്പോൾ ഇതാ അവരെല്ലാവരും എന്നോട് വിരോധം പുലർത്തിക്കൊണ്ട് എൻ്റെ സൈന്യത്തെയൊക്കെ നശിപ്പിച്ചിരിക്കുന്നു. രാജാവേ എൻ്റെ ഈ മകളെ എൻ്റെ ഭാഗ്യം കൊണ്ട് വളരെ യാദൃശികമായിട്ട് വിശ്വാമിത്ര മഹർഷിയാൽ കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള ഈ അങ്ങയുടെ പുത്രന്മാരായിട്ടുള്ള രാമനും ലക്ഷ്മണനും, അതിൽ രാമൻ ഈ വലിയ ജനസദസ്സിൽ വെച്ച് ദിവ്യമായിട്ടുള്ള ആ ചാപത്തെ അല്ലെങ്കിൽ വില്ലിനെ, ശിവധനുസിനെ 2ആയിട്ട് മുറിച്ചിരിക്കുന്നു. അപ്പോൾ വീരശുൽക്കയായിട്ടുള്ള സീതയെ അദ്ദേഹത്തിന് നൽകി, വധുവായിട്ട് നൽകിയിട്ട് എൻ്റെ പ്രതിജ്ഞ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് എനിക്ക് രാമൻ്റെ അച്ഛനായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ അനുവാദം വേണം. ഇതാണ് സന്ദേശം. അപ്പോൾ ഉപാധ്യായന്മാരും പുരോഹിതന്മാരും എല്ലാവരും കൂടിയിട്ട് ഒരേപോലെ തന്നെ അങ്ങയെ ഇവിടെ വന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എല്ലാവരോടും കൂടിയിട്ട് അങ്ങോട്ട് വരികയും വേണം. കാരണം ഈ സമയത്ത് അവർ ഇങ്ങോട്ട് വരികയല്ല വേണ്ടത്, നിങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് വരിക വേണ്ടത്. അപ്പോൾ പുരോഹിതന്മാർ വേണം. അതിന് ചില ചടങ്ങൊക്കെ ഉണ്ട്. കാരണം വേളി നടത്തുമ്പോൾ അതിൻ്റെ ഓയ്ക്കൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ. അതൊക്കെ കൊണ്ടാണ് ഓയ്ക്കൻ വേണം, ക്രിയക്കാർ വേണം, അങ്ങനെയൊക്കെ ചടങ്ങുണ്ട്. അങ്ങേക്ക് മംഗളം സംഭവിക്കട്ടെ. ഇങ്ങനെ അങ്ങയുടെ പുത്രന്മാരെ വന്ന് കണ്ടാലും വന്ന് അനുഗ്രഹിക്കണേ, വേണ്ടത് നടത്തി കൊടുക്കണേ, ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രതിജ്ഞയെ സഫലമാക്കി തരണമേ. രാജാവ് പറഞ്ഞതായിട്ടുള്ള വാക്കാണ്. പുത്രന്മാരുടെ 2 പേരുടെയും പ്രീതിയും അതേപോലെ എല്ലാവർക്കും സന്തോഷവും ഇതുവഴി ഉണ്ടാവും. അതുകൊണ്ട് ലോകത്തിനും നല്ലതാണല്ലോ വരിക. ഇങ്ങനെ ശതാനന്ദ ഗുരുവാണ് ഈ മിഥില രാജാവിൻ്റെ ഗുരു. അപ്പോൾ അനുവാദത്തോട് കൂടിയിട്ടാണ് വിശ്വാമിത്രൻ്റെ ആജ്ഞയോട് കൂടിയിട്ട് അനുജ്ഞയുണ്ട്. അതേപോലെ തന്നെ വിദേഹാധിപതിയായിട്ടുള്ള ഈ ജനകൻ്റെ സന്ദേശം അത് നല്ലോണം കേട്ട് കഴിഞ്ഞപ്പോൾ ദശരഥ രാജാവിന് എത്രയാ സന്തോഷം ഉണ്ടായതെന്ന് ശല്യ. അങ്ങനെ വസിഷ്ഠൻ ദശരഥ രാജാവിൻ്റെ സുഹൃത്താണ്, പുരോഹിതനാണ്, കുലഗുരുവാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞ് ഇനി എന്ത് വേണം. അപ്പോൾ അങ്ങനെ വാമദേവനുണ്ട് അവിടെ. വാമദേവനും ഇതേപോലെ തന്നെ ശിവന് തുല്യനാണ്.
ഇവരൊക്കെ ബ്രഹ്മർഷിമാരാണ്. അവരോടും മന്ത്രിമാരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കൗസല്യ ആനന്ദവർദ്ധനായിട്ടുള്ള ഈ ശ്രീരാമൻ, അതേപോലെ തന്നെ ഒപ്പം മറ്റേ സഹോദരനായിട്ടുള്ള ലക്ഷ്മണനുമുണ്ട്. ഇങ്ങനെ വിദേഹ രാജ്യത്തിൽ വെച്ച് വിശ്വാമിത്രൻ്റെ മേൽനോട്ടത്തിൽ ഇതാ വസിക്കുന്നു. സുഖമായിട്ടാണ് അവർ കഴിയണത്. മഹാത്മാവായിട്ടുള്ള ജനകൻ രാമൻ്റെ വീര്യം ഇതാ അപ്പോൾ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകളെ രാമന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അത് അവിടെ സംഭവിച്ചിരിക്കണു എന്ന് സാരം. അതായത് ദാനം വേറെയാണ്, ഇവിടെ കല്യാണം മറ്റേ വർണ്ണമാല്യം ഇടാതൊക്കെ കഴിഞ്ഞല്ലോ, അതാണ്. അപ്പോൾ അതിന് വേണ്ടത് എന്താണോ ചെയ്യേണ്ടത്, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ജനക നഗരിയിലേക്ക് പോകാം, ഇനി താമസം വയ്യ എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അവർ അത്യധികം സന്തോഷിച്ചിട്ട് എല്ലാവരും ഒരേപോലെ ശരി ശരി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിമാരും അതേപോലെ തന്നെ ഋഷിമാർ, ഈ സന്ദേശവാഹകന്മാർ അവരുടെ ഒപ്പം കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ആ സൽക്കാരങ്ങളൊക്കെ പിന്നെ ബാക്കിയൊക്കെ വേഗം വേഗം കഴിഞ്ഞു. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയിട്ട് അന്ന് അവിടെ താമസിച്ചു. അതിന് ശേഷം യാത്രയാവുകയാണ്. അങ്ങനെ ഈ 68ാമത്തെ സർഗം അവിടെ സമാപിച്ചു പറഞ്ഞു. ഇനി 69ാമത്തെ സർഗത്തിൽ പറയുകയാണ്, അന്നത്തെ രാത്രി സുഖമായിട്ട് എല്ലാവരും കിടന്നുറങ്ങി. പിന്നെ ഈ ഉപാധ്യായന്മാർ, ബന്ധുജനങ്ങൾ, പുരോഹിതന്മാർ, ദശരഥ രാജാവ് ഇങ്ങനെ എല്ലാവരോടും മന്ത്രിമാരോട് കൂടിയിട്ട് യാത്രയാവാൻ തുടങ്ങുകയാണ്. അപ്പോൾ രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ എല്ലാ ഭണ്ഡാരാധ്യക്ഷന്മാർ, നാനാവിധ രത്നങ്ങൾ, ധാരാളം ധാനം, ഇങ്ങനെ ജനക മഹാരാജന് കുറേ കൊടുക്കാനുണ്ട്. അതൊക്കെ നിയമമാണ്. ഈ എന്താണ് പറയുക, ഒരു സമ്മാനം എന്ന നിലയ്ക്ക് മാനിക്കണം, അതൊക്കെ കൊടുക്കണം, അതൊക്കെ ആദ്യം പോട്ടെ എന്ന് പറഞ്ഞു. അതേപോലെ സൈന്യം നമ്മുടെ ആജ്ഞയനുസരിച്ച് പുറപ്പെടട്ടെ. പിന്നെ വസിഷ്ഠൻ, വാമദേവൻ, ജാപാലി, കശ്യപൻ, ദീർഘായുസുകളായിട്ടുള്ള മാർക്കണ്ഡേയ മഹർഷി, കാത്യായനൻ, ഇങ്ങനെ മഹാഋഷിമാർ, മഹാബ്രാഹ്മണർ അവരൊക്കെ യാത്രയാവട്ടെ. എല്ലാവരും തേരിൽ എനിക്കും തേരൊരുക്കൂ. ഇങ്ങനെ ദൂതന്മാർ ഒട്ടും താമസം വരുത്തരുത് എന്ന രീതിയിൽ വേണം എന്നല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് നമുക്കും ആ ധൃതി കാണിക്കണം എന്നിങ്ങനെ പറഞ്ഞു. രാജാവിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഈ ഋഷിമാർ, ചതുരംഗപ്പട സൈന്യം, അതേപോലെ 4 ദിവസം കൊണ്ട് യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് പിന്നീടുള്ള യാത്ര. അവിടുന്ന് ഇങ്ങോട്ട് വന്നത് 3 ദിവസം കൊണ്ടാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ 4 ദിവസം കൊണ്ടാണ്. രണ്ടും ധൃതിയിലാണ് ഇനി. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ അവർ എല്ലാവരും രാജാവായിട്ടുള്ള ഈ ദശരഥ മഹാരാജാവും മറ്റ് അനുഗമിക്കുന്ന ഓരോരുത്തരും വന്നു എന്നുള്ളത് ഈ ജനക മഹാരാജാവ് മനസ്സിലാക്കി. വൃദ്ധനായിട്ടുള്ള ദശരഥ മഹാരാജാവിനെ, അതാണ് വൃദ്ധനായതുകൊണ്ടാണ് 4 ദിവസമായത്. ശരിക്കും പോകാൻ 6 ദിവസം വേണം, അല്ലെങ്കിൽ അത്രയും കൂടുതൽ ദിവസം വേണം. അതാണ്. അങ്ങനെ ജനക മഹാരാജാവിനെ അവിടെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിച്ചു. ഇങ്ങനെ പറഞ്ഞു, അല്ലയോ നരന്മാർ ശ്രേഷ്ഠനായിട്ടുള്ള രഘുകുലത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ദശരഥ മഹാരാജാവെ, യോഗ്യതകൾ അനവധിയുണ്ട്, അത് മുഴുവൻ പുകഴ്ത്താൻ നിന്നാൽ ഇപ്പോൾ നേരെയാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് അത്രയേ പറഞ്ഞുള്ളൂ. അങ്ങ് വന്നത് ഞങ്ങളുടെ സുഹൃതം തന്നെയാണ്, അങ്ങേക്ക് സ്വാഗതം. അതേപോലെ ഈ 2 പുത്രന്മാരും ഇപ്പോൾ ഇതാ എല്ലാ അർത്ഥത്തിലും അവർ അനുഗ്രഹീതരാണ്. അവർ ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങളുടെ ജന്മം തന്നെ സഫലമായിരിക്കുന്നു. ഈ വസിഷ്ഠ മഹർഷി ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണരോട് കൂടിയിട്ട് ഇന്ദ്രൻ ദേവന്മാരോട് കൂടിയിട്ട് എങ്ങനെയാണോ ഇരിക്കുന്നത്, അതേപോലെ എല്ലാവരും തമ്മിൽ ഒരു ഈശ്വര ഭാവത്തിൽ കണ്ടു എന്നാണ്. ദേവലോകത്തിൽ എങ്ങനെയാണോ ഈ ത്രിമൂർത്തികളുടെയും കൂടി സാന്നിധ്യമുള്ളത്, അതേപോലെ അതിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ വിസ്തരിക്കാം. ആ രീതിയിലാണ് അവിടെ പറഞ്ഞത്. കാരണം ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയാണ് ഇവിടെ വസിഷ്ഠനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രനെ പോലെയാണ് ഈ രാജാവ് ദശരഥ മഹാരാജാവ്. അതേപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ ത്രിമൂർത്തികളിൽ വിഷ്ണുവാണ്. അപ്പോൾ വ്യാഖ്യാനിക്കാൻ ധാരാളമുണ്ട്. വാമദേവൻ അവിടെ ഉണ്ട്, ശിവനാണ്, അതാണ്. അപ്പോൾ എങ്ങനെ വേണമെച്ചാൽ വ്യാഖ്യാനിക്കാം. ഇങ്ങനെ അത്യത്ഭുതമായിട്ടുള്ളൊരു കാര്യം ഇവിടെ നടന്നിരിക്കുന്നു. ഒരു വലിയ സംഗമം ആണ് ഇവിടെ, സത്സംഗമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ യജ്ഞത്തെ ഇപ്പോൾ സാധാരണ രീതിയിൽ യജ്ഞം സമാപിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, ആ സമയത്ത് ദേവന്മാരുടെ സാന്നിധ്യം ഉണ്ടാവും. ഇവിടെ ദേവന്മാരുടെ സാന്നിധ്യം ആദ്യമുണ്ട്. രാമൻ്റെ ഇവിടെ ആഗമനത്തിന് മുന്നേ തന്നെ എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. അവിടെ സീത മഹാലക്ഷ്മി തന്നെയാണ്. അപ്പോൾ മഹാലക്ഷ്മി ഉണ്ട്. ഇങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യം ഈ മഹാഋഷിമാരായിട്ടുള്ള എല്ലാവരും, രാജാവേ അങ്ങ് ഈ കല്യാണം വളരെ നന്നായിട്ട് നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ബ്രാഹ്മണരോടും രാജാക്കന്മാരോടും അപ്പോൾ ക്ഷാത്രമായി അപ്പോൾ എല്ലായി സംഭാരങ്ങളാച്ചാൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സംഗമമൊക്കെ അവിടെ നടന്നു എന്ന് സാരം. അതാണ് ആ വേണ്ട രീതിയിൽ അവിടെ എല്ലാവരുടെയും മഹർഷിമാരുടെയും ഒക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നല്ല നല്ല വാക്കുകളെ കൊണ്ട് ജനക മഹാരാജാവിനോട് ദശരഥ മഹാരാജാവ് പറഞ്ഞു.
പ്രതിഗ്രഹം ദാതൃവശമാണല്ലോ. ദാനം ചെയ്യുന്നത് എന്തോ അത് സ്വീകരിക്കണം. ദാതാവിൻ്റെ ഇഷ്ടമാണ് പ്രമാണം. അപ്രകാരം ഞാൻ പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണത്. വാക്യം വാക്യവിതാം ശ്രേഷ്ഠ പ്രത്യുവാച മഹീപതിം പ്രതിഗ്രഹോ ദാതൃവശ ശ്രുതമേതന്മയാ പുരാ. അതായത് എന്താണോ ദാനം കൊടുക്കേണ്ടത് എന്ന് ദാനം ചെയ്യുന്നയാളാണ് നിശ്ചയിക്കേണ്ടത്, ദാനം വാങ്ങുന്നയാളല്ല. ദാനം വാങ്ങുന്നയാൾക്ക് ദാനത്തിൻ്റെ മഹാത്മ്യം വളരെ പ്രത്യേകമാണ് കേട്ടോ. എല്ലാവരും ധരിച്ച കൂട്ടത്തിലല്ല ദാനം. ദാനം എന്നുള്ളത് ഈ ദയയും ദാനവും രണ്ടാണ്. ദീനന്മാർക്ക് കൊടുക്കുന്നതൊക്കെ ദയയാണ്, ആവശ്യപ്പെട്ട് വരുന്നവർക്ക് കൊടുക്കുന്നതൊക്കെ ദയയാണ്. ദാനം എന്നുള്ളത് സമൃദ്ധന്മാർക്ക് സമൃദ്ധിയെ ദാനം ചെയ്യുന്നതാണ്. പുണ്യപാപങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തുന്നതാണ് ദാനം. ദയ അതല്ല. ദയയിൽ പുണ്യം മാത്രമേ ഉള്ളൂ. പാപപരിഹാരാർത്ഥം ദാനം എന്നാണ്. അത് ദയയ്ക്ക് അതിനൊരു മൂല്യം ഉണ്ടാവും, ഇല്ല എന്ന് പറയില്ല. പക്ഷേ എങ്കിലും പാപപരിഹാരാർത്ഥം ദാനം എന്നാണ്. അപ്പോൾ ദാനം വാങ്ങേണ്ടയാൾ പാത്രം നല്ലോണം അറിഞ്ഞിരിക്കണം. കൊടുക്കുന്നയാളും വാങ്ങുന്നയാളും പാത്രം നല്ലോണം അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം കൊടുക്കാനായിട്ട്. അതിപ്പോൾ മറ്റേ ഭൂമിയായാലും കന്യയായാലും സ്വർണമായാലും ധനമായാലും വിദ്യയായാലും അതിനൊക്കെ അതിൻ്റേതായ ചില പ്രാധാന്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പാത്രത്തെ അറിഞ്ഞുകൊണ്ടാണ് ദശരഥ മഹാരാജാവ് ജനക മഹാരാജാവിന് ദാനം കൊടുക്കുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്, ഒന്നും ഇല്ലായ്മയില്ല. പിന്നെ എന്തിനാ ദശരഥന് അങ്ങോട്ട് കൊടുക്കുന്നത്? അത് എനിക്കൊന്നും വേണ്ട എന്ന് നിഷേധിക്കരുത്. അതാണ് പറഞ്ഞതിൻ്റെ കാര്യം. ദാനം കൊടുക്കുന്നതിൻ്റെ ഒരു നിയമം അത് പറഞ്ഞിട്ട് അങ്ങോട്ട് മുകളിലേക്ക് പോവാം. ഇതിലില്ല. ധാരാളം ധനമുള്ള ആൾക്കാണ് ഈ പാപം ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് ആ ധനം വാങ്ങുന്നയാളുടെ അത്ര എന്നുവെച്ചാൽ അതിൻ്റെ 10% പോലും ധനമില്ലാത്തയാൾ ദാനം ചെയ്യേണ്ടത്. അപ്പോൾ ഇയാൾക്ക് ദാനം ചെയ്യുന്നയാൾ അയാളുടെ ഉള്ള സ്വത്തിൻ്റെ 50%, 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 500 ഉറുപ്പ്യ ദാനം ചെയ്തുവെങ്കിൽ ഉള്ളതിൻ്റെ പകുതിയാണ് ദാനം ചെയ്യുന്നത്. ദാനം വാങ്ങുന്നയാൾക്ക് ഇത് 1,00,000 കോടി രൂപ കയ്യിലുണ്ട് എങ്കിൽ ഈ വാങ്ങുന്നയാൾക്ക് ഈ 500 ഉറുപ്പ്യ കൊണ്ട് വല്ല താല്പര്യം ഉണ്ടാവുമോ? അതിനോടൊരു പ്രത്യേകമായിട്ടുള്ള മമത ഉണ്ടാവുമോ? ഇല്ല. അവിടെ എന്തിനോടാണ് മമത ഉണ്ടാവുക? ഈ 500 ഉറുപ്പ്യ തരുന്നതായിട്ടുള്ള ദാനം ചെയ്യുന്ന വ്യക്തിയോട് ആ വ്യക്തിയിൽ എന്താണോ ഇനി കുറവുള്ളത് അതിനെ നികത്താൻ ഞാൻ ചെയ്തോളാം. ഇതാണ് ആ വാങ്ങുന്നയാളുടെ പാത്രം എന്ന നിലയ്ക്ക് മൂല്യം കണക്കാക്കേണ്ടത്. ഇന്നത്തെ ലോകത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാലിശാണ് എന്നാ പറയാം. പക്ഷെ നിയമം അതാണ്. ഇല്ലാത്തവർക്കല്ലേ ദാനം ചെയ്യേണ്ടത്? അത് ദയയാണ്. ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത് ദയയാണ്. ദാനം പാപപരിഹാരാർത്ഥമാണെങ്കിൽ ഇങ്ങനെ വേണം. ഇനി അതിൻ്റെ ഫലം എന്താണെങ്കിൽ ഈ 500 ഉറുപ്പ്യ കൊടുത്തയാൾക്ക് പിന്നീട് ഒരാവശ്യം വന്നു, ഒരു 10,000 ഉറുപ്പ്യയുടെ ആവശ്യം വന്നു. ഈ 1,00,000 കോടി കയ്യിലുള്ള ഒരാൾക്ക് ഇയാളുടെ ഈ 10,000 നിറവേറ്റാൻ വല്ല പ്രയാസമുണ്ടോ? ഇയാൾക്ക് ഈ 10,000 ഇല്ല, ഉണ്ടാക്കാൻ കൂട്ടിയാൽ പറ്റൂല. പക്ഷേ ഉള്ളതിൽ പാതി കൊടുത്തതായിട്ടുള്ള ഇദ്ദേഹത്തിന് തൻ്റെ ഈ 1,00,000 കോടിയിൽ 50 ലക്ഷം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ആകെ 10,000 ഉറുപ്പ്യ ആവശ്യമുള്ളൂ. അപ്പോൾ 1,00,000 ഉറുപ്പ്യ കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറാണ്. അത് കൊടുക്കുകയും ചെയ്തു എന്ന് കൂട്ടാ. ഇവിടെ സമൃദ്ധി ആയില്ലേ? അതാണ് ദാനത്തിൻ്റെ ഫലം. അപ്പോൾ ദാനം എന്നുള്ളത് എങ്ങനെയാണ് വേണ്ടത്, ദാനത്തിൻ്റെതായിട്ടുള്ള മഹാത്മ്യം എന്താണ് എന്നുള്ളത് നല്ലോണം അറിഞ്ഞ് തന്നെ ചെയ്യണം. അത് ദാനം വാങ്ങുന്നയാൾ ഈ ദാനം നൽകുന്നയാളുടെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് പരിഹരിച്ചോളാം എന്ന രീതിയിൽ വേണം ദാനം വാങ്ങാൻ. ഇന്ന് അങ്ങനെ ആരെങ്കിലും ദാനം വാങ്ങാറുണ്ടോ? അഥവാ കേമന്മാരെ വിളിച്ചിട്ട് ദാനത്തിന് വരാൻ പറഞ്ഞാൽ വാങ്ങില്ല. കാരണം ഇത് കൊടുക്കേണ്ടി വരും വെച്ചിട്ടാണ്. അറിയില്ല, കൊടുക്കേണ്ടി വരും വെച്ചിട്ടാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് ദാനത്തിന്. പാപം പരിഹരിക്കുക എന്നുള്ളത് ഈ ജീവൻ്റെ പാപത്തെ പരിഹരിക്കുന്നതോടൊപ്പം ഇഹസുഖത്തിനും അതിനൊരു കാരണമുണ്ട്. കാരണം ഈ പാപത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ ഇഹസുഖത്തിന് എന്തോ കുറവ് വന്നുല്ലോ. ആ കുറവിനെ നികത്തി കഴിഞ്ഞാൽ മനസ്സ് കൂടുതൽ സ്വസ്ഥമായി, ഭഗവാനെ ഭജിക്കാൻ കൂടുതൽ അവസരമായി. ഭഗവത് ഭജനം കൊണ്ട് മാത്രമേ ഇത് മുഴുവൻ തീർക്കാൻ സാധിക്കുള്ളൂ. കയ്യിൽ പൈസ ഉണ്ടായതുകൊണ്ടൊന്നും കാര്യമില്ല. ദാനം മേടിക്കാൻ ഒരാളെ കിട്ടാനാണ് പണി.
ദാനം കൊടുക്കാനല്ല ബുദ്ധിമുട്ട് ഉള്ളത്. എൻ്റെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് മാത്രമേ നിങ്ങൾക്ക് ഞാൻ ദാനം ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ നിങ്ങളിൽ ഒരാളെ എനിക്ക് ദാനം വാങ്ങാൻ കിട്ടിയിട്ടില്ല വെച്ചാൽ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന പൈസ വെറുതെ ഇരിക്കുക, കൊടുക്കാൻ പറ്റില്ല, ഒരാളെ കിട്ടണ്ടേ. പൈസ വെച്ചാൽ പൈസ, ആഹാരം വെച്ചാൽ ആഹാരം, വസ്ത്രാച്ച വസ്ത്രം. അതാണ് ഇവിടെ ദശരഥ മഹാരാജാവ് പറഞ്ഞത്, ദാനം പ്രതിഗ്രഹോദാതൃവശ. ഇതാണ്. അപ്പോൾ ഈ ദാനം സ്വീകരിക്കുന്നത് ഈ ദാനം ദാനം നൽകുന്നയാളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ വാങ്ങുകയാണ് വേണ്ടത്. അപ്പം ഞാൻ തരുന്നത് അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥ മഹാരാജാവ് 50,000 കൊല്ലം ജീവിച്ചയാൾ പറയാണ്, വിഷ്ണുവിനെ തന്നെ പുത്രനായിട്ട് കിട്ടിയ ആൾ പറയാണ്, ഞാൻ തരുന്ന ഈ നിസ്സാരമായിട്ടുള്ള ഈ എന്തോ അത് പലതും ആവാം, അത് സ്വീകരിക്കണേ ദശരഥ മഹാരാജാവേ എന്ന്. കാരണം എന്താ, കൊടുക്കുന്നത് ലക്ഷ്മിയെയാണ്. അതാണ് വിവാഹത്തിൻ്റെ ഒരു ക്രമം, അതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ, കന്യകയെ കല്യാണം കഴിച്ചു കൊടുക്കണം വെച്ചാൽ സ്ത്രീധനം കൊടുക്കണം. വിപരീതാതെ ഒരിക്കലും അങ്ങനെയല്ല വേണ്ടത്. അത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? കാരണം ഈ സ്ത്രീ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അവിടെ ഇല്ല, അവിടെ കഞ്ഞുടിക്കാനുള്ള വകുപ്പില്ല. അപ്പോൾ ആ കഞ്ഞുടിക്കാനുള്ള വകുപ്പ് ആയിട്ടാണ് ഈ സ്ത്രീധനായിട്ട് കൊടുക്കുന്നത്. അത് അവകാശമായിട്ട് ഈ വരൻ തെറ്റിദ്ധരിച്ചു പോയി. ഈ വരന്മാർ അതിൽ തെറ്റിദ്ധരിച്ചപ്പോൾ ഈ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു. അപ്പം അങ്ങനെ അല്ലാതെ കണ്ട് സാത്വിക ഭാവത്തിൽ എത്തണമെച്ചാൽ പുരാണങ്ങളെ ആശ്രയിക്കണം, ഇതിഹാസങ്ങളെ ആശ്രയിക്കണം. അത് ആശ്രയിക്കുമ്പോൾ ഈ തെറ്റ് സംഭവിക്കില്ല, ഈ കൊടുക്കൽ വാങ്ങൽ വിലപേശലുകൾ നടക്കില്ല. അത് വേണ്ട രീതിയിലായിരുന്നുവെങ്കിൽ ബ്രാഹ്മണന്മാർ ഇങ്ങനെ മൂത്ത ആൾ മാത്രം കല്യാണം കഴിക്കുക, അങ്ങനെ ഒരു സംഭവം നടക്കില്ലായിരുന്നു. ഓപ്പൺ മൈൻഡഡ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അനുജന്മാർക്ക് വെളി വേണ്ട നിശ്ചയിച്ചത് തെറ്റായിപ്പോയി. അങ്ങനെ എത്രയോ തെറ്റുകൾ ചരിത്രത്തിൽ സംഭവിക്കണം, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കണു. നിയമം മൂലം പലതും പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും നിയമം നടപ്പാക്കേണ്ടവർ പോലും ഇതിൽ പെട്ടുപോയി, ഈ അധർമ്മത്തിൽ പെട്ടുപോയി. പിന്നെന്താ ചെയ്യുക? അപ്പോൾ കുഴപ്പമായി. അപ്പോൾ പണ്ടും അതേപോലെ തന്നെയാണ്, ഇപ്പോഴും അതേപോലെ തന്നെയാണ്. എന്നാൽ ഈ പുരാണത്തെ ആശ്രയിക്കുന്ന സാത്വിക ഭാവത്തിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ഈ വിവരങ്ങളെ ആരാണോ സ്വീകരിക്കുന്നത് അതുപ്രകാരം നടക്കുന്നത്. മാതാപിതാ ഗുരു ദൈവം, എല്ലാവരും എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കാറ് വെച്ചാൽ അച്ഛനും അമ്മയും ഗുരുവും ദൈവമാണ് കേട്ടോ എന്നാ പറയുക. അച്ഛനും അമ്മയും ഗുരുവും ദൈവവും ഒരേപോലെ നമ്മളാൽ മാനിക്കപ്പെടണം. അവരുടേത് നാം എടുക്കുക വേണം. അവർ പറയുന്നതിനെ നാം അനുസരിക്കണം, അനുകരിക്കണം. 4 ഭാവമാണത്. ഈ 4 ഭാവത്തിൽ നാം ചെയ്യണം. അപ്പോൾ ഈ അസന്തുലിതാവസ്ഥ ഉണ്ടാവില്ല. 2 കുടുംബങ്ങൾ തമ്മിലാണ് വിവാഹം സമയത്ത് ചേരുക. കാശിയും അയോധ്യയും തമ്മിലുള്ള വിവാഹം വളരെ കേമാണ്. അതേപോലെ തന്നെയാണ് അയോധ്യയും മിഥിലയും തമ്മിലുള്ള കല്യാണം വളരെ കേമാണ്. പുരാണങ്ങളിലെ അനവധി കഥാപാത്രങ്ങൾ, രാജാക്കന്മാർ ഇങ്ങനെയാണ് പരസ്പരം വിവാഹം. അപ്പോൾ ഇവിടെ വലിയ ആള് ചെറിയ ആളോട് പറയുകയാണ്, ഞാൻ തരുന്ന നിസ്സാരമായതിനെ വാങ്ങാൻ അങ്ങ് മടിക്കരുത് കേട്ടോ. ആ ഭാവം നോക്കി നോക്കൂ. ജനകൻ അതേപോലെ ഇങ്ങോട്ട് പറഞ്ഞാൽ എന്താ, എത്ര വിനയപൂർവ്വ കാര്യങ്ങൾ പറയണത്. വസിഷ്ഠൻ എങ്ങനെയാണ് വിശ്വാമിത്രനെ സ്വീകരിച്ചത്, വിശ്വാമിത്രനെ എങ്ങനെയാണ് ലോകം മുഴുവൻ ബഹുമാനിക്കുന്നത്. അതാണ് പുരാണം വായിച്ചു കഴിഞ്ഞാൽ പലതും നമുക്ക് കിട്ടും. അതിന് ഇപ്പം തോന്നിയെന്താണല്ലോ, പ്രഭാഷകരൊക്കെ നമുക്കറിയാം, പലതും പറയുന്നത് നമുക്ക് കേൾക്കാറുണ്ട്. ജ്ഞാനികളാണ്, പണ്ഡിതന്മാരാണ്. അത് പ്രായോഗികമായിട്ട് ഇതുപോലെ ഉയർത്താൻ, ജനങ്ങളെ ഉയർത്താൻ, മാനസികമായിട്ട് ഉയർത്താൻ ശ്രമിക്കുന്നവരാണ് വെച്ചാൽ അവരൊന്നും ഒരിക്കലും പാഖണ്ഡം പറയില്ല. അത്രയും പ്രാധാന്യമുണ്ട്. അപ്പം ഇങ്ങനെ ഈ രാജാവിൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ ധർമ്മജ്ഞ അങ്ങ് പറയുന്ന പോലെ ഞങ്ങൾ ചെയ്തോളാട്ടോ. ജനകൻ അത് സമ്മതിച്ചു. യെസ് സാർ. അതാണ് ഇങ്ങനെ സത്യവാദിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ധർമ്മബോധം, അതേപോലെ യശസ് എന്നും നിലനിൽക്കുന്നതായിട്ടുള്ള പ്രവൃത്തി, ഇതൊക്കെ 2 പേർക്കും ഒരേപോലെ അംഗീകരിക്കപ്പെട്ടു. ആരാൽ? ദേവന്മാരാൽ, ഋഷികളാൽ, സജ്ജനങ്ങളാൽ, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടു. അതാണ് അവിടെ രാജാവായാലും മന്ത്രിയായാലും പുരോഹിതനായാലും ഒക്കെ ഇതിനെ അംഗീകരിച്ചു. സദസ്യരുണ്ട്, ജനങ്ങളുണ്ട്, ഭാര്യമാർ, അവർ എത്ര ആൾക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, എന്തെല്ലാം തരത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരൊക്കെ ഒരേപോലെ
ഈ വിനയഭാവത്തെ, ആ വിനയമാണ് സ്വതേ അർത്ഥേ, യഥാർത്ഥത്തിലുള്ള അർത്ഥം ആ വിനയമാണ്. വിനയം, സ്നേഹം, ശുശ്രൂഷ, സമർപ്പണം, ഇതാണ് ഭക്തി. ആ ഭക്തി ഭാവത്തിൽ എല്ലാവരും എത്തി. ഇങ്ങനെ ഈ മുനിഗണങ്ങളും പരസ്പരം ഇതൊരു വേദമാണ്. അപ്പം അതുകൊണ്ട് ഈ വാക്കിനെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷം, അവർ ആഹ്ലാദിച്ചു എന്നർത്ഥം, ശരിക്കും സുഖത്തെ അനുഭവിച്ചു. അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞു. അതേപോലെ രാമനും ലക്ഷ്മണനും കൂടിയിട്ട് വിശ്വാമിത്രനെ മുൻനിർത്തിക്കൊണ്ട് പിറ്റേ ദിവസം രാവിലെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് തേവാരങ്ങളൊക്കെ കഴിഞ്ഞ് ഗായത്രി എന്തൊക്കെയാ ചവരുണ്ടേ എല്ലാം ഉണ്ട്. ആദിത്യം, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരം, അന്യം ച, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം. ഗുരുക്കന്മാരെ നമസ്കരിക്കണം, മറ്റേ അച്ഛനമ്മമാരെ നമസ്കരിക്കണം, ഇതൊക്കെ വേണം. മറ്റേ പശുക്കളെ പഞ്ചയജ്ഞാദികളൊക്കെ ചെയ്യണം. ഇതൊക്കെ എല്ലാ ദിവസവും വേണേ. അതൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ്. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും പാദമൊക്കെ തൊട്ട് വന്ദിച്ച് ഈ രാജാക്കന്മാരെ സന്തോഷിപ്പിച്ചു, അച്ഛനമ്മമാരെ സന്തോഷിപ്പിച്ചു, ഗുരുക്കന്മാരെ സന്തോഷിപ്പിച്ചു, സദസ്യരെ സന്തോഷിപ്പിച്ചു. എന്തുകൊണ്ട്? നമസ്കാരം കൊടുത്തുകൊണ്ട്, ദാനാദികളെ കൊടുത്തുകൊണ്ട്. അങ്ങനെയാണ്. അങ്ങനെ ജനകൻ്റെ സൽക്കാരങ്ങളും ഇതേപോലെ എല്ലാവരും സ്വീകരിച്ചു. അതേപോലെ മഹാതേജസ്വിയായിട്ടുള്ള ഈ ജനകനും യജ്ഞത്തിന് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകൾ, അതേപോലെ പുത്രിമാർക്ക് വേണ്ടതായിട്ടുള്ള സീത, ഊർമിള, മറ്റേ അനുജന്മാരുടെ 2 കുട്ടികൾ, അവർക്ക് വേണ്ടത് ശ്രുതകീർത്തി, മാണ്ഡവി, ഇവർക്ക് വേണ്ടത് ഒക്കെ അവർ അന്ന് ഈ 8 പേരും VVIPകളാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണോ എത്രത്തോളം നന്നായിട്ട് എല്ലാവരാലും അംഗീകരിക്കപ്പെടേണ്ടത് ആ രീതിയിൽ തന്നെ ആക്കി തീർത്തു. അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭാവത്തിൽ അവിടെ കല്യാണം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ 66ാമത്തെ സർഗം കൂടി 69ാമത്തെ സർഗം കൂടി ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി 70ാമത്തെ സർഗത്തിൽ ദശരഥൻ്റെ പരമ്പര പറയുകയാണ്. ദശരഥൻ്റെ പരമ്പര പറയണം, ജനകൻ്റെ പരമ്പര പറയണം. അതൊക്കെ ഇനി ക്രമേണയായിട്ട് പലതുണ്ട്, ചടങ്ങുകൾ കുറേയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെയാണ് ഇനി പറയാനുള്ളത്. അടുത്തത് നമുക്ക് പറയാം. ഇപ്പോൾ 45 മിനിറ്റ് ആയി. എന്നാലും ഇത് എല്ലാവരും കേൾക്കണം എന്നും ഇത് ഷെയർ ചെയ്യണമെന്നും വിനീതമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത് മറ്റേ ഈ സ്മാർട്ട് TV-യിൽ ഇട്ട് കേൾക്കാം, എല്ലാവർക്കും കാണാം, കുടുംബസമേതം ഇരുന്ന് കേൾക്കാം. ഇതിൽ എൻ്റേതായിട്ട് യാതൊന്നും ഞാൻ കൂട്ടിച്ചേർത്തിട്ടില്ല. ഇതിലെന്താണോ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് എല്ലാവർക്കും ഈ പുരാണത്തെ ഒരു പരിചയപ്പെടൽ, ഇതിഹാസത്തെ മനസ്സിലാക്കൽ, രാമായണത്തെ മനസ്സിലാക്കൽ, അത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ. അതിന് എല്ലാവരും ഇത് ഷെയർ ചെയ്യണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭക്തന്മാരെയും ഞാൻ നമസ്കരിക്കുന്നു. സർവത്ര ശ്രീരാമനാമ കീർത്തനം ജയ ജയ രാമ രാമ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ശ്രീ ഹനുമാൻ സ്വാമിക്ക് ജയ്.